ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മീരാങ്കടവ് പാലത്തിലാണ്. അഞ്ചുതെങ്ങിനെയും കടയ്ക്കാവൂരിനെയും ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പാലമാണ്. ഇതിന് മുന്നേ ഇത് ആക്ച്വലി പുതിയ പാലമാണ്. ഇതിന് മുന്നേ ഒരു ചെറിയ പാലം ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതവിടെ കാണാൻ ചാൻസ് ഉണ്ട്, നോക്കട്ടെ. ആ ഒരു പാലം എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരൊറ്റ വണ്ടി മാത്രം പോകുന്ന പോലത്തെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്യാവശ്യം വലിയ രീതിക്ക് തന്നെയുള്ളൊരു പാലം തന്നെ ഇവിടെ കാണാൻ സാധിക്കുക. മറ്റത് പൊളിച്ച് കേട്ടാ. ഓക്കെ, പണ്ട് നമുക്കിവിടെ കാണാമായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ ഒരു പാലം പൊളിച്ചേക്കുവാണേ. ദേ അങ്ങ് ദൂരെ നമുക്ക് ലൈറ്റ് ഹൗസും കാണാം. എന്തായാലും അത്യാവശ്യം ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. കുറേ ആൾക്കാരെ ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചൂണ്ടയിടുന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ അഞ്ചുതെങ്ങ് ഒന്ന് വെറുതെ ഒന്ന് കറങ്ങാം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമുള്ളൊരു ശാപമോക്ഷം എന്ന് പറയാം. ഈ ഒരു കണ്ടോ, റോഡ് ടാർ ഇട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. നമ്മൾ പൊതുവെ ഇതുവഴി വർക്കല പോകുമ്പോഴത്തേക്ക് ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഈ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് ടാറിടാണ്ടിരുന്നത്. എന്നാതെ കണ്ടോ, ഇപ്പോൾ ആ ഒരു ഓട്ടോ എത്തിയ ആ ഭാഗം മുതൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതേ കണ്ട, ഇവിടെ മുതൽ എന്നാൽ ടാറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം, അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടിടണേ. എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് മേ ബി ഒരു അറിയാനുള്ളൊരു ക്യൂരിയസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തായിരിക്കും അവിടെ അത്രയും ഭാഗം മാത്രം അവർ ടാറിടായിരുന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ അഞ്ചുതെങ്ങിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അഞ്ചുതെങ്ങ് പഞ്ചായത്തിൽ കയറി, എന്നാൽ അഞ്ചുതെങ്ങ് ടൗൺ എന്ന് തന്നെ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. അഞ്ചുതെങ്ങ് ഫോർട്ട് കണ്ട 1.4 കിലോമീറ്റേഴ്സ്. അഞ്ചുതെങ്ങ് ജംഗ്ഷൻ. ഇവിടെ നമുക്കത് ഇടത് സൈഡിൽ നമ്മുടെ പമ്പുണ്ട്. ഇവരുടെ തന്നെയാണ് പമ്പ് നമ്മുടെ ആ ഒരു ഇരട്ടക്കലങ്കിൻ്റെ അവിടെയും കാണാൻ സാധിക്കുന്നത്. ബ്രദേഴ്സിൻ്റെ ബസ് ഇന്ന് വൃശ്ചികം 1 അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിക്ക് ഒരുക്കി വെച്ചേക്കുന്നത്. ഇതാണ് അഞ്ചുതെങ്ങ് ജംഗ്ഷൻ. അഞ്ചുതെങ്ങിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ആർക്കും നിൽക്കാൻ ഒരു സമയമില്ല. അഞ്ചുതെങ്ങിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ വർക്കല. നമ്മൾ ലെഫ്റ്റ് പോവുകയാണ് അഞ്ചുതെങ്ങിൻ്റെ ഉൾക്കാഴ്ചകൾ കാണാനായിട്ട്. അഞ്ചുതെങ്ങ് എപ്പോഴും നല്ല തിരക്കായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ജാനകി. ഇവിടെ പോൾ ബാർബർ എന്ന് പറഞ്ഞിട്ടൊരു ബാർബർ ഷോപ്പുണ്ട്. നൈറ്റി മോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അഞ്ചുതെങ്ങ്. കുറേയധികം റെസ്റ്റോറൻറ്റ്സ് വന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ A to Z ഫുഡ് കോർട്ട്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാൻ കുറച്ച് നാളായി ഇതുവഴി പോയിട്ട്, അതുകൊണ്ട് തന്നെ എനിക്കും കുറച്ച് പുതുമ അല്ലെങ്കിൽ പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഒരു റോഡ് കൂടെ കുറച്ചൊന്ന് വികസിച്ചാൽ നമുക്ക് അടിപൊളിയായിരിക്കും. പക്ഷേ രണ്ട് സൈഡിലും വീടുകളുള്ളതുകൊണ്ട് അത് നടക്കില്ല. പണ്ട് ഇത്രയും റോഡിന് സൈസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചുകൂടെ ചെറുതായിരുന്നു. പിന്നെ അവർ വികസിപ്പിച്ചാണ് ഇത്രയും ആക്കിയത്. ഇത് അഞ്ചുതെങ്ങ് പഞ്ചായത്താണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് കാര്യാലയം. ഇത് അഞ്ചുതെങ്ങിൻ്റെ സ്വന്തം ഫുട്ബോൾ ഗ്രൗണ്ട്. പൊതുവേ ഫുട്ബോൾ മാത്രമാണ് ഇവിടെ കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന കാണാറില്ല. ഇവിടെ ഉള്ളവരൊക്കെ തന്നെ ഫുട്ബോൾ പ്രാന്തന്മാരാണ്. ക്രിക്കറ്റിനോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഫുട്ബോൾ അത്യാവശ്യം നല്ല ടൂർണമെൻറ്റും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് സ്ഥിരം എൻ്റെ റൂട്ടായിരുന്നു ഈ ഒരു അഞ്ചുതെങ്ങ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് അഞ്ചുതെങ്ങ് പെരുമാറ. അപ്പോൾ അങ്ങനെ കുറേ അധികം ടൂർണമെൻറ്റൊക്കെ ഞാൻ അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ കാണാറൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അഞ്ചുതെങ്ങ് പള്ളി. ഇത് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ. അഞ്ചുതെങ്ങ് പള്ളിയോട് ചേർന്ന് തന്നെയാണ് സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂള്, സെൻറ്റ് ജോസഫ് HSS കണ്ടോ. റൈറ്റ് സൈഡിൽ അവരുടെ ചെറിയ UP സ്കൂളാണെന്ന് തോന്നുന്നു. UP ക്ലാസ്സുകൾ. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കുരിശടി നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഒരു സ്കൂളുണ്ട്. അതാണ് സേക്രഡ് ഹാർട്ട്സ് കോൺവെൻറ്റ് ഹൈസ്കൂൾ.
10ാം ക്ലാസ് വരെ മാത്രമാണ് നമുക്കിവിടെ ഈ ഒരു സേക്രഡ് ഹാർട്ട്സിലുള്ളത്. എൻ്റെ കുറേ കൂട്ടുകാർ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കണ്ടോ, സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം ഹൈ സ്കൂൾ. റൈറ്റ് സൈഡിലും അവരുടെ തന്നെ, ലെഫ്റ്റ് സൈഡിലും അവരുടെ തന്നെ. കൂടാതെ നമുക്കിവിടെ ലൈറ്റ് ഹൗസ് ആണ്. അതിന് മുന്നേ റൈറ്റ് സൈഡിൽ 5 തെങ്ങിൻ്റെ ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെൻറ്റർ. ബ്ലോക്കിൻ്റെയാണ് കേട്ടോ, 5 തെങ്ങ് ബ്ലോക്കിൻ്റെ. അത് കഴിഞ്ഞാൽ നേരെ കണ്ടോ, ഇതാണ് 5 തെങ്ങ് ഫോർട്ട്, 5 തെങ്ങ് കോട്ട. ഒരു ദിവസം എന്തായാലും 5 തെങ്ങ് കോട്ടയും, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5 തെങ്ങ് ലൈറ്റ് ഹൗസും നമുക്ക് കാണാൻ സാധിക്കും. സന്ദർശന സമയം ഉച്ചയ്ക്ക് 3 മണി മുതൽ 5 മണി വരെ. തിങ്കളാഴ്ച അവധി. ഓക്കെ, തിങ്കളാഴ്ചയില്ല, ബാക്കി എല്ലാ ദിവസവും 3 മണി മുതൽ 5 മണി വരെയാണ് ഈ ഒരു 5 തെങ്ങ് ലൈറ്റ് ഹൗസിലൂടെ നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക. കയറിയിട്ട് ഞാൻ ഇതുവരെ ഈ ഒരു ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഹൗസിൽ നിന്നുള്ളതല്ല, ഒരു ലൈറ്റ് ഹൗസിലും ഇതുവരെ കയറിയിട്ടില്ല. ഇത് നമ്മുടെ 5 തെങ്ങ് കോട്ട എനിക്ക് തോന്നുന്നു 5 മണി അല്ലെങ്കിൽ 6 മണി വരെ ആയിരിക്കാം. എന്തായാലും അത് ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ചെറിയ റോഡുകളാണ്. ഇവിടെയൊക്കെ എന്തായാലും ചെറിയ റോഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. കൊച്ചു കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റോഡിലൂടെ എടുത്ത് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ നമ്മുടെ കോസ്റ്റൽ റോഡാണ്. ഈ ഒരു റൂട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കൊല്ലത്തു നിന്നൊക്കെ വരുന്നവർ, ഇനി അതല്ല തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകാനും. കാരണം ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. അതുമല്ല, ആറ്റിങ്ങൽ എന്ന് പറയണത് ഇപ്പോൾ നോർമലി ഏതൊരു സമയത്തും ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സുഖമായിട്ട് പോകാം. സോ എല്ലാവരും ഇപ്പോൾ ഈ വഴിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വർക്കലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ, ഇനി അതല്ല സിറ്റിയിൽ നിന്ന് വർക്കലയിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഇതുവഴിയാണ് പോകുന്നത്. അവരങ്ങനെ ആറ്റിങ്ങലിലോട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ വർക്കലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഇതുവഴി തന്നെയാണ് പോകുന്നത്. കാരണം അവർക്ക് ഇതാണ് എളുപ്പം. കുറേ പേര് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ചെക്കലാവളാകം തെക്കുംഭാഗം വഴി, അതായത് എൻ്റെ സ്ഥലം വഴി നേരെ ബീച്ച് റോഡ് ചെന്ന് അവിടെ നിന്ന് പാലം കയറി നമ്മളിപ്പോൾ കയറി തിരിച്ച് പോകാൻ പോകുന്ന വഴിയുണ്ട്, അവിടെ ചെല്ലും. അപ്പോൾ ഇത്രയും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ കവർ ചെയ്യേണ്ടി വരത്തില്ല. ഇതൊരു പള്ളിയാണ്, നമ്മുടെ സെൻറ്റ് റോക്കി ചർച്ച്, സെൻറ്റ് റോഷ്. ഇതാണ് പൂത്തുറ. ഇവിടെയൊക്കെ റൈറ്റ് സൈഡിൽ ഫുള്ള് കടലടിച്ച് പോയി കിടക്കണം കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ കയറി വരുന്നതായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ പാറ ഇട്ടേക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതേ ഇനി റോഡിൻ്റെ സൈഡ് വരെ കടലടിച്ചാണ് കണ്ടോ. ഇതൊക്കെ പോയി, ഈ വീടൊക്കെ കടൽ നല്ല രീതിക്ക് അടിക്കുന്നുണ്ട്, അതാണ് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മുടെ സൈഡിലൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്, വീട് വെച്ച്. പള്ളി സഹായം കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ പെരുമാതുറ, മുതലപ്പുഴ ബീച്ചൊക്കെ അവിടെയാണ്. എന്നാൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. അതായത് ചില ആൾക്കാർ, അല്ലെങ്കിൽ വലിയ ബസ്, എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് അവർ ഈ 5 തെങ്ങിൻ്റെ ഇതിൻ്റെ അകത്തൂടെ കയറി വരാണ്ട് നേരെ ചെക്കലളാകത്ത് വരിക. ചെക്കലളാകത്തുനിന്ന് തെക്കും പോകാൻ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ബ്ലോക്ക് ഉണ്ടാവത്തില്ലേ. പിന്നെ ഇവിടെ നിന്ന് ഈ മുതലപ്പുഴ വരെ പോകുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ റോഡ് അത്യാവശ്യം നല്ല രീതിക്ക് ഓക്കെയാണ്, നല്ല വൈഡായിട്ടുള്ള റോഡ് തന്നെയാണ്. ഇവിടെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. ഒരു കുറച്ച് മണ്ണ് പോലും കൊണ്ടിട്ടിട്ടില്ലേ. നല്ല ഗട്ടറാണ്. ഇന്ന് ഫുള്ള് മഴ ഇങ്ങനെ നിൽക്കും കേട്ടോ. ലക്ഷണം കണ്ടങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിത് ബീച്ച് റോഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ചിറയൻകീഴ്, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കടയ്ക്കാവൂർ തെക്കും ഭാഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും കുറേ നാളിൻ്റെ വിചാരിക്കുവാണ് നമ്മുടെ 5 തെങ്ങൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. 5 തെങ്ങെന്നുള്ളതല്ല, എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ ഉടനെ തന്നെ. ഇപ്പോൾ എന്തായാലും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വെച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ പണി കിട്ടും.
മൈക്ക് ഉള്ളതുകൊണ്ടാണേ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.